ഏറ്റവും പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. അദൃശ്യ പോരാട്ടത്തിന്റെ വായനയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ മനോഹരമായ പുസ്തകത്തിന്റെ ആരംഭത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് യഥാർത്ഥമല്ലാത്ത ആധ്യാത്മികത, അതല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ അപകടത്തെക്കുറിച്ചാണ്. ധാരാളം പ്രാർത്ഥിക്കുന്നവരുണ്ട്, ധാരാളം ഉപവസിക്കുന്നവരുണ്ട്, ധാരാളം ഭക്തകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, അനേക മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നവരുണ്ട്, ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കൾ പറഞ്ഞു തരുന്നത് ഇവയൊക്കെയും നല്ലതാണെങ്കിലും ഇവയൊന്നും തന്നെ ഒരു വ്യക്തിയുടെ ആധ്യാത്മിക വളർച്ചയുടെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയായിട്ടോ പൂർണ്ണതയായിട്ടോ ഒരിക്കലും അതിനെ പരിഗണിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും മനോഹരമായ കാര്യം, ഒരുപക്ഷെ ഉപവസിക്കുന്നവർ, ധാരാളം പ്രാർത്ഥിക്കുന്നവർ, അവർ തങ്ങളുടെ സ്വഭാവത്തിന്റെ കുറവുകളിനെക്കുറിച്ചോ മറ്റുള്ളവരെ വിധിക്കുന്നതിനെക്കുറിച്ചോ അവരുടെ ബലഹീനതകളെക്കുറിച്ചോ ഒരിക്കലും കരയാത്തവരായി മാറി ഒരുപക്ഷെ തങ്ങൾക്ക് തന്നെയും മറ്റുള്ളവർക്കും വളരെയധികം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി, ആത്മീയമായി ഉയർന്ന വ്യക്തിയായി ഉള്ള ഒരു ധാരണ പരത്താനുള്ള അപകടമുണ്ട്. ആ അപകടം നമുക്കുണ്ടായിരിക്കരുത്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ, ആധ്യാത്മിക ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ദൈവത്തിൽ നിരന്തരം വളരുക, ദൈവത്തിൽ എത്തിച്ചേരുക, ദൈവത്തെ സ്വന്തമാക്കുക, ദൈവത്തോട് കൂടെ ആയിരിക്കുക, ഇപ്രകാര സ്നേഹത്തിലുള്ള നിരന്തരമായ വളർച്ച, ഇതായിരിക്കണം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന്റെ അർത്ഥം നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്നല്ല, അതെല്ലാം മാർഗങ്ങൾ മാത്രമാണ്, അത് ലക്ഷ്യങ്ങളല്ല. ഞാൻ വളരെ നല്ലൊരു ഉദാഹരണം പറയാം. എന്റെ അമ്മച്ചി ദൈവത്തിന്റെ കൃപയാൽ അനേകം മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, നല്ല അമ്മച്ചിയാണ്. പക്ഷേ അമ്മച്ചി 10-20 ജപമാല ചൊല്ലും, ധാരാളം പ്രാർത്ഥനകൾ ചൊല്ലും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തി ആണ് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അമ്മച്ചിയെ വലിയ ഒരു പ്രാർത്ഥനയുടെ വ്യക്തിയായി ഈ വിശുദ്ധാത്മാക്കൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് അമ്മച്ചിയുടെ ഈ പ്രാർത്ഥനകളെല്ലാം ഈശോയിൽ നിരന്തരം വളരാൻ, ഈശോയുടെ സ്നേഹത്തിൽ, വിശുദ്ധിയിൽ, ഈശോയുടെ പൂർണ്ണതയിൽ നിരന്തരം വളരാനുള്ള മാർഗങ്ങളായി മാറുമ്പോഴാണ് ഇവയ്ക്കൊക്കെയും ഏറ്റവും പ്രാധാന്യമുണ്ടാകുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2 വചനങ്ങൾ നമുക്കിന്ന് കേൾക്കാം. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം തിരുവചനം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. വീണ്ടും പറയുകയാണ്, 1 കൊരിന്തോസ് 10-ാം അധ്യായം 31-ാം തിരുവചനം, നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, പ്രാർത്ഥനയുടെ ആഗ്രഹങ്ങളും, പ്രാർത്ഥനയുടെ വഴികളും, ആധ്യാത്മിക ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ദൈവമഹത്വത്തിനായി, ദൈവത്തിൽ വളരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തോടുകൂടി ഒന്നായിരിക്കുവാനുള്ള പരിശ്രമമായി മാറുമ്പോൾ തീർച്ചയായും നമ്മൾ യഥാർത്ഥമായ പാതയിലാണ്. ആ പാതയിൽ മുന്നേറാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.